കളി മൈതാനത്ത് ആദ്യ പന്ത് തന്നെ ഒരു കൊള്ളിയാൻ പോലെ പാഞ്ഞെടുത്തപ്പോൾ പ്രഭ്സിമ്രാൻ സിംഗ് ഒരു ഗോൾഡൻ ഡെക്കായി മടങ്ങി. ഗാലറിയിൽ ആരവങ്ങൾ പെട്ടെന്ന് നിലച്ചു. ഒരു നിമിഷം മൈതാനത്ത് അക്ഷരാർത്ഥത്തിൽ ശ്മശാനമൂകത തളം കെട്ടി നിന്നു. തുടക്കത്തിൽ തന്നെയുണ്ടായ ഈ വൻ തകർച്ച ടീമിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ വിനാശത്തിന്റെ വക്കിൽ നിന്നുള്ള ആവേശകരമായ ഒരു ഉയർത്തെഴുന്നേൽപ്പിനായിരുന്നു പിന്നീട് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. പരിക്കേറ്റ സിംഹങ്ങളെപ്പോലെ കൂപ്പർ കോണോളിയും പ്രയാൻ ഷാരിയും ക്രീസിൽ ഒത്തുചേർന്നു. തുടക്കത്തിലെ പതർച്ചയെ അതിജീവിച്ച് പതുക്കെ പതുക്കെ അവർ ഇന്നിങ്സ് പടുത്തുയർത്തി. അതൊരു വെറും പ്രതിരോധമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഭയാനകരമായ ശാന്തതയായിരുന്നു. 10 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ 110 റൺസ്. മികച്ചൊരു അടിത്തറ ഒരുക്കിക്കഴിഞ്ഞവർ അവിടെ നിന്നും തങ്ങളുടെ യഥാർത്ഥ വിശ്വരൂപം പുറത്തെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 11 ഓവർ മുതൽ കളി മാറി. ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും കാണാത്ത ക്രൂരമായ ഒരു കടന്നാക്രമണത്തിനാണ് പിന്നീട് ആ മൈതാനം സാക്ഷ്യം വഹിച്ചത്. 11 മുതൽ 13 വരെയുള്ള ആ 3 ഓവറുകൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒന്ന് തന്നെയാണ്. വെറും 18 പന്തുകളിൽ നിന്ന് അവർ അടിച്ചുകൂട്ടിയത് 69 റൺസ് ആയിരുന്നു. 13 ഓവർ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഒറ്റയടിക്ക് 179 എത്തി നിൽക്കുന്നു. കൊണോളിയുടെ വന്യമായ ബാറ്റിംഗ് കരുത്തും പ്രിയാൻ ഷാരിയുടെ ക്ലാസിക് വെടിക്കെട്ടും ഒന്നിച്ചപ്പോൾ എതിർ ടീമിന്റെ ആത്മവിശ്വാസം പിച്ചിലെ പൊടി പോലെ തന്നെ പറന്നകന്നു. എന്നാൽ ഈ വേട്ടയാടലിന്റെ ഏറ്റവും ഭയാനകരമായ ദൃശ്യം അരങ്ങേറിയത് 13 ഓവറിലായിരുന്നു. പന്തെറിയാനെത്തിയത് മാർക്രമായിരുന്നു. യാതൊരു ഭയഭേദവുമില്ലാതെയാണ് ആ ഓവറിനെ അവർ നേരിട്ടത്. ചോരമണക്കുന്ന ബാറ്റുകളുമായി അവർ ആഞ്ഞു വീശിയപ്പോൾ ഒരൊറ്റ ഓവറിൽ പറന്നത് 32 റൺസായിരുന്നു. ഓരോ പന്തും അതിർവരമ്പുകൾ കടന്ന് ഗാലറിയിൽ വന്നു വീഴുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബൗളർമാരും ഫീൽഡർമാരും പകച്ചു നിൽക്കുകയായിരുന്നു. ആദ്യ പന്തിൽ തന്നെ തകർന്നു പോകുമായിരുന്ന ഈ ഇന്നിങ്സിനെ സമാനതകളില്ലാത്ത ധൈര്യത്തോടെയും ചോരത്തിളപ്പോടെയും അവർ തിരികെ കൊണ്ടുവന്നു. ആദ്യ പന്തിൽ തന്നെ തകർന്നു പോകുമായിരുന്ന ഈ ഇന്നിങ്സിനെ സമാനതകളില്ലാത്ത ധൈര്യത്തോടെയും ചോരത്തിളപ്പോടെയും അവർ തിരികെ കൊണ്ടുവന്നു. വെറുമൊരു കൂട്ടുകെട്ടെന്നതിലുപരി പ്രതിസന്ധികളെ എങ്ങനെ തച്ചുടക്കണമെന്നതിൻ്റെ ഒരു പാഠപുസ്തകമായിരുന്നു. തീപ്പാറുന്ന ഒരു മാസ് തിരിച്ചുവരവ്. വരും കാലങ്ങളിൽ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഒരു ഇതിഹാസ കഥയായി ഇത് വാഴ്ത്തപ്പെടുമെന്നുറപ്പാണ്. മുല്ലൻപൂരിലെ മൈതാനത്ത് ഇന്നലെ വീശിയത് വെറുമൊരു കാറ്റായിരുന്നില്ല. ലക്നൗ സൂപ്പർ ജയൻസിന്റെ കടപുഴക്കിയ ഒരു അത്യുഗ്രൻ കൊടുങ്കാറ്റായിരുന്നു. പഞ്ചാബ് കിങ്സിനായി ആര് പുറത്തെടുത്തത് വെറുമൊരു ബാറ്റിംഗ് പ്രകടനമല്ലായിരുന്നു, മറിച്ച് 22 യാർഡിൽ അയാൾ രചിച്ച ഒരു മനോഹരമായ കവിതയായിരുന്നു. വെറും 37 പന്തുകളിൽ നിന്ന് 93 റൺസ് അടിച്ചുകൂട്ടിക്കൊണ്ട് അയാൾ ലക്നൗ ബൗളർമാരെ നിഷ്പ്രഭമാക്കി. സെഞ്ചുറിക്ക് വെറും 7 റൺസ് അകലെ മണിമാരൻ സിദ്ധാർത്ഥിന്റെ പന്തിൽ അയാൾക്ക് മടങ്ങേണ്ടി വന്നെങ്കിലും ആ ഇന്നിംഗ്സ് സമ്മാനിച്ച ആവേശം ക്രിക്കറ്റ് പ്രേമികളുടെ സിരകളിൽ ഇപ്പോഴും തിളച്ചു മറയുന്നുണ്ടാകും. ആ ഇന്നിംഗ്സിന്റെ കണക്കുകൾ തന്നെ അയാളുടെ ആധിപത്യം വിളിച്ചോതുന്നതായിരുന്നു. വെറും 19 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി തികച്ചാരിയ വമ്പൻ ഷോട്ടുകൾക്ക് യാതൊരു പഞ്ഞവും വരുത്തിയില്ലായിരുന്നു. 9 പടുകൂറ്റൻ സിക്സുകളും 4 ബൗണ്ടറികളുമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത്. 251.35 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ അയാൾ കൂപ്പർ കൊണോളിയുമൊത്ത് പടുത്തുയർത്തിയ 182 റൺസിന്റെ കൂട്ടുകെട്ട് ലക്നൗ പ്രതീക്ഷകളൊക്കെ തകർത്തെറിയുകയായിരുന്നു. മുഹസിൻ ഖാനെ പോലുള്ള ബൗളർമാരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അതിർത്തി കടത്തുമ്പോൾ ഓരോ പന്തും ആരെയുടെ വ്യക്തമായ ആധിപത്യം പ്രകടമായിരുന്നു. ഏത് ബൗളറെയും ഒട്ടും ഭയമില്ലാതെ കടന്നാക്രമിക്കുന്ന തീർത്തും ആക്രമണപരമായ രീതിയായിരുന്നു അയാളുടെ ബാറ്റിങ്ങിന്. പന്തിന്റെ മെറിറ്റ് നോക്കി കളിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെതായ മികച്ച ടൈമിങ്ങും അസാമാന്യമായ റിസ്റ്റ് വർക്കും അയാൾ ഉപയോഗിക്കുന്നു. ഫൈൻ ലെഗിലൂടെയും സ്ക്വയർ ലെഗിലൂടെയുമുള്ള ആ റിസ്റ്റ് ഫ്ലിക്കുകളും ഫുൾ ഷോട്ടുകളും അയാളുടെ സവിശേഷതയാണ്. സ്ലോട്ട് ഡെലിവറികളെ ഒരു ദയവുമില്ലാതെ ഗാലറിയിലെത്തിക്കാനും മോശം പന്തുകളെ കൃത്യമായി ശിക്ഷിക്കാനും ആര് കാണിക്കുന്ന മികവ് അപാരമാണ്. ഇന്നലത്തെ ഈ പ്രകടനം കാണുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഇന്ത്യൻ T20 ടീമിന്റെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒരാളായി ആര്യ മാറും.